മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് 4 സുവിശേഷകരും ഒന്നായിട്ട് ഉദ്ഘോഷിക്കുന്ന വചനഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം, മാർക്കോസ് 16-ാം അധ്യായം, ലൂക്ക 24-ാം അധ്യായം, യോഹന്നാൻ 20-ാം അധ്യായങ്ങളിലെല്ലാം ഈ പുനരുദ്ധാനത്തെക്കുറിച്ചിട്ട് നമ്മൾ ഉദ്ഘോഷിക്കുന്നുണ്ട്. നാം എല്ലാവരും അത്യധികം ആഘോഷത്തോടുകൂടി ഈ തിരുനാളിനെ നമ്മൾ വരവേൽക്കാറുണ്ട്. കാരണം നമ്മുടെ ഈ ലോക ജീവിതം വെടിഞ്ഞ് യേശുവിൻ്റെ പുനരുദ്ധാനത്തിൽ നമ്മളും പങ്കാളികളാകുവാനുള്ള ആഹ്വാനമാണ് വിശേഷങ്ങളിലൂടെ നാം വായിക്കുന്നത്. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഭക്തലിന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു. അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു. വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെ കുറിച്ചിട്ടുള്ള ഭയനിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു വിശേഷവും കൂടി ഈ സുവിശേഷത്തിലൂടെ അറിയുന്നത് നല്ലത് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം, അവൻ പറഞ്ഞു, യജമാനെ 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു. അതിനാൽ 3 ദിവസം വരെ ശവകുടീരത്തിന് കാവലേർപ്പെടുത്താൻ ആജ്ഞാപിക്കുക. അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തതെന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തെന്ന് വരും. അങ്ങനെ അവസാനത്തെ വഞ്ചന ആദ്യത്തേതിനേക്കാൾ ഗുരുതരമായി തീരുകയും ചെയ്യും. പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാവൽ സേനയുണ്ടല്ലോ, പോയി നിങ്ങളുടെ കഴിവ് പോലെ കാത്തുകൊള്ളുവിൻ. അവർ പോയി കല്ലിന് മുദ്ര വെച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കി. ഇവിടെയെല്ലാം ഉദ്ഘോഷിക്കപ്പെടുന്നത് ദൈവപുത്രൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുവാനാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ലക്ഷ്യം വെക്കുന്നത് പുനരുദ്ധാനം തന്നെയാണ്. ഈ ലോകജീവിതത്തിൽ യേശുവിന് വേണ്ടി നാം ജീവിച്ചു. യേശു എന്ന രക്ഷകരിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപാവരങ്ങളാൽ നാം ഓരോരുത്തരും സമ്പന്നരാകട്ടെ. നിങ്ങൾക്ക് ഏവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് പാടാശ്ശേരി.